ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന ടി വി സഫലമി യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. ഇവിടുത്തെ പ്രശസ്തമായ കോൺഫ്ലെക്സ് ഹെഡ്ലൈറ്റ്സ് എന്ന ബ്രാൻഡ്, അതിൻ്റെ സ്ഥാപകൻ CEO MD ഒക്കെയായ ഹൈദറാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും സർ. വലൈക്കും അസ്സലാം. ദർശന ടി വിയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം. സർ നാട്ടിലെവിടെയാണ്? ട്രിവാൻഡ്രത്താണ് അല്ലേ? പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? ഇല്ല, ഞാൻ +2 വരെ പഠിച്ചത് നാഗർകോവിൽ. തമിഴ്നാട്? അതെന്ത് തമിഴ്നാട്? വാപ്പാടെ സ്ഥലം നാഗർകോവിൽ. ഫാദർ തമിഴ്നാട്ടിലായിരുന്നു അല്ലേ? മദർ കാട്ടാണ്. ഓക്കെ. പിന്നീട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി ഞാൻ കാട്ടാക്കടയാണ് കാട്ടാക്കടയിൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സൗദിയിലോട്ട് വന്നോ? ഇല്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നാട്ടിൽ പ്രൊവിഷൻ സ്റ്റോർ ഉണ്ടായിരുന്നു മാമാക്ക്. അത് ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. എത്ര വർഷം? ഒരു 7 years. 7 years നടത്തി. നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട്? അതെ, സ്റ്റഡീസിന് കൂടെ തന്നെ. ഓക്കെ. +2 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രത്തോളം സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഇപ്പോഴും നമുക്ക് 13 പേര്. 13 പേര്. ഈ 13 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു 13 കുടുംബത്തിന് നമുക്ക് അത്താണിയാവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന സംഭവമല്ലേ? ഇവരെല്ലാം നമ്മളെ കൂടെ വന്നിട്ട് ആരും ഈ കണ്ടിന്യൂ ആയിട്ട് നമ്മളിവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. എന്നുവെച്ചാൽ നമ്മളൊരു ഫാമിലി പോലെയാണ് കഴിഞ്ഞു, അല്ലാതെ ഒരു സ്റ്റാഫ് മുതലാളിയാണെന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. അത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അത് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. തീർച്ചയായും അല്ല, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായും അല്ല, അവരുടെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ടാണ് കാണുന്നത്, അല്ലാതെ സ്റ്റാഫുകളാണെന്നുള്ള രീതിയിൽ. അവർ തിരിച്ചങ്ങനെ തന്നെയാണ്. നാട്ടിൽ നമുക്കെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. എല്ലാവരും മാക്സിമം നമ്മളായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരവരുടെ ജോലി നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ? മാർക്കറ്റിംഗ് മൗത്ത് പബ്ലിസിറ്റി ആണോ, അതോ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ ആമസോണിന് സാധനം കൊടുക്കാറുണ്ട്. ആമസോണിൽ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ ബ്രാൻഡ് സൗദി അറേബ്യ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. ഈ LED ഫീൽഡിലുള്ള എല്ലാവർക്കും നമ്മളെ ബ്രാൻഡ് അറിയാം. ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നമ്പർ 1 ബ്രാൻഡാണ് LED ബ്രാൻഡാണ്. എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ഒരു 5 വർഷത്തിനകത്ത് ഇത്രയും വലിയ ഒരു പോപ്പുലാരിറ്റി നമ്മുടെ ബ്രാൻഡിന് നേടിയെടുത്തത്? 5 വർഷത്തിന് മുമ്പ് ഈ ബ്രാൻഡുണ്ട്. പക്ഷേ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറേ കൂടെ, എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിലും കസ്റ്റമറുണ്ട് നമുക്ക്. ഈ കസ്റ്റമർക്ക് ഇപ്പം മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പ്രൈസ് അല്ല, ക്വാളിറ്റിയാണ് നമ്മളെ മെയിൻ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല, ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. സാറിൻ്റെ ഈ ബിസിനസ്സിൽ ജേർണിയിൽ സാറിൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളമാണ്? അവർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മീൻസ് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ അത്യാവശ്യം തിരക്ക് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ കുറേ കാര്യം അവർ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്കിത്, അല്ലാതെ നമ്മൾ തിരക്ക് അറിഞ്ഞിട്ട് അവർ വീണ്ടും നമ്മൾ വീട്ടിൽ പോകുമ്പം അത് ഇതെന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വീടിൻ്റെ കാര്യം, മക്കളുടെ വിദ്യാഭ്യാസം, അതൊക്കെ അവർ ഹാൻഡിൽ ചെയ്താൽ തന്നെ നമ്മുടെ കൂടുതൽ സമയം നമുക്ക് ബിസിനസ്സിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതെ അല്ല, 95% വൈഫ് തന്നെയാണ് കുട്ടികളുടെ കാര്യവും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. എന്താണ് വൈഫിൻ്റെ പേര്? ഷെമി അല്ല. മക്കൾ 3 പേര്. ഇപ്പോൾ മൂത്താളുടെ പേര് മുഹമ്മദ് അർഫാൻ. എത്ര വയസ്സായി? 13. പഠിക്കാണോ? സ്കൂളിൽ 8th സ്റ്റാൻഡേർഡ്. ഇവിടെ തന്നെയാണോ? റിയാദിൽ തന്നെ. സെക്കൻഡ് വൺ ഈസ് 7th സ്റ്റാൻഡേർഡ്, മുഹമ്മദ് അദീം. ഓക്കെ. തേർഡ് വൺ ഈസ് 2nd സ്റ്റാൻഡേർഡ്, മുഹമ്മദ് അഫ്നാൻ. 3 ബോയ്സാണ്. മാഷാ അല്ലാ. താങ്കളുടെ ലൈഫിൽ താങ്കളുടെ പാരൻസിൻ്റെ ഇൻസ്പിറേഷൻ അത് എത്രത്തോളം ഉണ്ട്? നമ്മൾ വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു ഫാമിലിയാണ്. ഓക്കെ. എൻ്റെ പേരൻസ് എന്ന് പറയുമ്പം അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും അവരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അവർ നമുക്ക് എന്താ പറയട്ടെ, അവർ നമുക്കൊരു ജന്മം തന്നെ വലുതാണ്. അതിനപ്പുറം അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ, എപ്പോഴും നമ്മളെ പേരൻസിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് വലിയൊരു കാര്യം. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മമാരെ വിളിച്ച് പറയും, അവർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. അത് മതി നമുക്ക്. അപ്പോൾ താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ബിസിനസ് ലൈഫിനിടയിലും നമ്മുടെ ദർശന TVക്ക് അതുപോലെ നമ്മുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിന് സമയം അനുവദിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.